എത്രയും സ്നേഹമുള്ളവരെ, പുസ്തക നിരൂപണം ഇന്ന് 37-ാം ദിനത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഉണ്ണിയും കാട്ടാളത്തിയും എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത്. നരേന്ദ്രനാഥാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഒരു ബാലസാഹിത്യ ഒരു ചെറുകഥയാണ്. കുട്ടികൾ പൊതുവെ നിഷ്കളങ്കരാണെങ്കിലും ചെറിയൊരു കാരണം മതി അവർക്ക് ഭയം വരാനായിട്ട്. പലപ്പോഴും മുതിർന്നവരെപ്പോഴും കുട്ടികളെ ചെറിയ കാര്യങ്ങളിലായാലും വലിയ കാര്യങ്ങളിലായാലും ഇപ്പോൾ പറ്റിക്കാറുണ്ട്. ഇതൊരു അനുഭവ നിരീക്ഷണ പാഠങ്ങളാണ്. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ശരിയാക്കാം. കുട്ടികളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലപ്പോഴും പറ്റിക്കുന്നുണ്ട്. ഏപ്രിൽ ഫുൾ ഒരു ദിവസമാണെങ്കിലും ഒരു കുട്ടിയെ പ്രത്യേകിച്ച് 365 ദിവസം പറ്റിക്കുന്ന മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒരു സർവ്വസാധാരണമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതിലെ ഒരു കഥാപാത്രമായിട്ടുള്ള ഉണ്ണിയും കാട്ടാളത്തിയും, അതായത് ഉണ്ണിയും കാട്ടാളത്തിയും എന്ന് പറഞ്ഞൊരു കഥയെടുത്ത് വെച്ചപ്പോൾ ഉണ്ണി ഒരു നിഷ്കളങ്കയുടെ പ്രതീകമാണ്. അപ്പോൾ കാട്ടാളത്തിയെ ഉണ്ണിയെ കടത്തിക്കൊണ്ടുപോയിട്ട് മധുരവചനങ്ങൾ പറയാനായിട്ട് മധുരവചനം കൊണ്ട് പറഞ്ഞ് ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉണ്ണിയെ വേണ്ടത് സത്യം പറഞ്ഞാൽ ലാളിക്കാനില്ല, കൊല്ല വിളിച്ച് ബലി നൽകി അതിൻ്റെ രക്തം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടാളത്തിൽ ശ്രമിക്കുന്നത്. പക്ഷേ ദുഷ്ടത എപ്പോഴും വിജയിക്കണമെന്നില്ല. അത് കാലം ഒരു ശിക്ഷ പ്രത്യേകിച്ചും കാട്ടാളത്തേക്ക് കൊടുക്കുന്നു. ഈശ്വരപരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് ഉണ്ണി ഏകദേശം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരർത്ഥത്തിൽ ഇന്നും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ അതും ഒരു അപ്രിയ സത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ പത്രങ്ങളും ചാനലുകളും എല്ലാം കുട്ടികൾ നഷ്ടപ്പെടുന്ന ഒട്ടേറെ കഥകൾ, ഒട്ടേറെ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഉണ്ണിയും രാക്ഷസിയും തമ്മിലുള്ള ഒരു കഥയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ്. ഈശ്വരപരമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് ഉണ്ണി പ്രത്യേകിച്ചും ഈ രാക്ഷസിയുടെ ബലിഷ്ടമായ മോചനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും രാക്ഷസി കാലത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഇവിടെ മരണശിക്ഷ തന്നെ ഏറ്റുവാങ്ങിയാണ്. നന്മ ഏത് കാലത്തായാലും അതിനൊരു സ്വീകാര്യതയുണ്ട്. തിന്മക്ക് നന്മയെ തോൽപ്പിക്കാനായിട്ട് അധികം തിന്മക്ക് നന്മയെ അധികാലം തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് നന്മ എന്ന് പറഞ്ഞാൽ തിന്മയെ മലർത്തിയടിച്ച് ഈ ഗുസ്തി മത്സരത്തിൽ നന്മ വിജയിക്കും. നന്മ ഏത് കാലത്തിലും നന്മക്ക് അതിനൊരു മൂല്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയപ്പെടാം. നന്മയുള്ളവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും മധുരയ്ക്കും, നന്മയുള്ള മനുഷ്യരും അംഗീകരിക്കപ്പെടും. ഇപ്പോൾ സൗഹൃദം രക്തബന്ധത്തേക്കാളും മഹത്തരമാകുന്നത് ആപത്ത് കാലത്ത് സഹായം കൊണ്ടാണ്. ഇതിൽ പ്രത്യേകിച്ചും അണ്ണാനും കുറുക്കനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അവർ ആപത്ത് കാലത്ത് അവരെ ദിവസം കാണുന്നവരാണ്. എല്ലാ ദിവസവും നല്ല കാലത്തും അവർ സഹകരിച്ചവരാണ്. പക്ഷേ ആപത്ത് കാലത്ത് ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സഹായിച്ചത് കൊണ്ട് ഈ കുറുക്കൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടിൽ അണ്ണാൻ അവിടെ രക്ഷകനായിട്ട് വരികയാണ്. നമ്മൾ ഏതെല്ലാം ബന്ധങ്ങൾ പറഞ്ഞാലും ഒരു ആപത്ത് കാലത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആ ബന്ധങ്ങൾക്കൊരു പ്രസക്തിയില്ല. ഹൈഡ്രജൻ ഇല്ലാത്ത ബലൂൺ പോലെയാകും ആ ജീവിതമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് വിശേഷിപ്പിക്കാം. മൃഗങ്ങൾ ഇതിലെയൊക്കെ ഈ കഥ നരേന്ദ്രനാഥ് എഴുതിയിട്ടുള്ള ഇതിൽ മൃഗങ്ങൾ വെറും കഥാപാത്രങ്ങൾ, വെറും പ്രതീകങ്ങൾ മാത്രമാണ്. ഇത് മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെ കുറിക്കുന്ന ഒരു കഥകളാണ്. പ്രത്യേകിച്ചും ഇതിലെ കഥകൾ നരേന്ദ്രനാഥ് എഴുതിയിട്ടുള്ള ഈ കഥകളെ നമുക്കൊന്നിനും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ കാലത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരണം. 80കളിലും 90കളിലും ജനിച്ച കുട്ടികൾക്ക് ഇതൊക്കെ ആവാം. ഇപ്പോൾ 2021 ശേഷം ജനിച്ച കുട്ടികൾ കൂടി ഇതുപോലുള്ള കഥകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ രചിക്കുമ്പോൾ കുറച്ചും കൂടി മാറ്റം വേണം. കാരണം ആധുനികതയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആധുനികമായിട്ടുള്ള ഇന്നത്തെ കുട്ടികൾക്കും കൂടി രചിക്കാൻ പറ്റിയിട്ടുള്ള ചില വസ്തുതകൾ വേണം രചിക്കാൻ. അല്ലെങ്കിൽ ഒരു ക്ലീഷേ അല്ലെങ്കിൽ ചില മുൻവിധികളുള്ള ചില ബാലസാഹിത്യങ്ങളുണ്ട്. അതൊരിക്കലും സമൂഹത്തിന് എപ്പോഴും രചിക്കണമെന്നില്ല. പ്രത്യേകിച്ചും ഇതുപോലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ 2024 ശേഷം കുട്ടികളതൊന്നും വായിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഇന്നത്തെ കുട്ടികളുടെ മാറ്റങ്ങൾ അറിഞ്ഞ് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ബാലസാഹിത്യങ്ങളും കുട്ടികൾക്ക് കഥ മാത്രമല്ല, കഥയിലൂടെ വിജ്ഞാനവും തത്വചിന്തകളും കുറച്ച് ജീവിത സാരാംശങ്ങളും മൂല്യങ്ങളും ഒക്കെ പറഞ്ഞു നൽകാൻ പ്രത്യേകിച്ചും ബാലസാഹിത്യത്തിലുള്ള പ്രതികൾ കഴിയും. ഈ പുസ്തകത്തിന് ഒരു പോരായ്മയുണ്ട്, കാലത്തെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഈ പുസ്തകത്തെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഈ പുസ്തകത്തിലെ ചില നന്മയുടെ അനശ്വര മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്നും ഹൃദയത്തിൽ കുറിച്ചിടാം. അപ്പോൾ ഏതായാലും ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം, വിലയിരുത്തണം. ഈ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തൻ്റെ അമിതമായ ശക്തിയിൽ കാനന് അഹങ്കാരമുണ്ടായിരുന്നു. താനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്നുള്ള വിചാരം കൂനൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തനിക്കെന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് 5 നാഴിക വിശ്വസിച്ചിരുന്ന ആ ഹുങ്ക് മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തക പരിപാടി കാണണം, വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 37-ാം ദിനത്തിലെ പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.